ഞാൻ പ്രയർ പാടാവേ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയിൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥാകരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സൈനിൻ ഒരു ചെറിയൊരു ആക്ഷൻ സോങ് ഇവിടെ അവതരിപ്പിക്കാന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സുരമ എസ് നായർ, കോട്ടയം ജില്ലയിൽ നിന്നാണ്. വാട്ടർമെലൺ വാട്ടർമെലൺ പൈനാപ്പിൾസ് പൈനാപ്പിൾ ബനാന ബനാന ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട് സാലഡ്. താങ്ക് യു മാം. വെൽക്കം വെൽക്കം ഫ്രണ്ട്. ഞാൻ തന്നെ പറയുന്നു. ഇന്റലിജൻസ് പ്ലസ് ക്യാരക്ടർ, ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് ട്രൂ എഡ്യൂക്കേഷൻ. ബുദ്ധിശക്തിയും സ്വഭാവഗുണവും വർദ്ധിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. താങ്ക് യു മാം. നിർത്തിയത് റോൾ ഓഫ് ദി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂറിംഗ് ട്രാൻസിഷൻ വരെയല്ലേ? നെക്സ്റ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, റോൾ ഓഫ് ദ ട്രാൻസിഷൻ ടീം വായിച്ചു നോക്കിയേ.
അയച്ചു സ്പെൻഡ് ചെയ്തോളൂ. മാം എനിക്ക് PDF കാണുന്നത് അറിയുന്നുള്ളൂ, താഴത്തേക്കുള്ളത് എനിക്ക് കാണുന്നില്ല. ഞാൻ ബുക്കില്ല, പുറത്താണ്. ഓക്കെ ഓക്കെ. അതിൻ്റെ ഞാൻ പറയാം. ട്രാൻസ്ലേഷൻ ടീമിന്റെ പങ്ക് നമ്മൾ ഓൾറെഡി ട്രാൻസ്ലേഷൻ ടീം എന്താണ്, അതിനോ എന്തൊക്കെ കടമകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ അതാണ് പറഞ്ഞിരുന്നത്. ഇതിൽ പറയുന്നത് അത് നമുക്ക് സോഷ്യൽ സർവീസുകൾ അത് നമുക്ക് നമ്മൾക്ക് ഒരു വിദ്യാഭ്യാസപരവുമായിട്ടും അതായത് സോഷ്യൽ സർവീസ് അത് എത്രത്തോളം അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഫാമിലീസിനെയും സൊസൈറ്റിയെയും നമ്മളതിലേക്ക് ചേർക്കാൻ വേണ്ടി സർവേകൾ നടത്തുക. അപ്പോൾ സർവേകൾ നടത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ സ്കൂൾ വൈസ് ആണെങ്കിൽ ആ പാരൻസിന് ആ സ്കൂളിലെ ആ ഫാമിലിക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സ്കൂള് ഓപ്പണിംഗ് ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ ഫാമിലിയെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്കൂളുകൾ പഠിച്ചിട്ടുള്ള മുമ്പുള്ള ആളുകളുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ആ സൊസൈറ്റിയിലുള്ള പൊതുപ്രവർത്തക മേഖലയുമായിട്ടോ നമുക്ക് ഒരു സമ്പർക്കം, അതായത് ഒരു സഹകരണമായിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഉൾപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് പ്രീ സ്കൂൾ മുതൽ 3-ാം ക്ലാസ് വരെ, അതായത് നമ്മൾ വെക്കേഷനൊക്കെ സമയത്ത് നമ്മൾ കുട്ടികളുടെ സാധാരണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സൊക്കെ വീടുകളിൽ വന്ന് കുട്ടികളുടെ ഒരു സർവേ നടത്തുന്ന പോലെ ചെയ്യും. അപ്പം നമ്മളത് നമ്മുടെ ഒരു സ്കൂളിന്റെ മാത്രം കുട്ടികളുടെ ഒരു കഴിവിന് മാത്രമല്ലാതെ പൊതുവെ എല്ലാ കുട്ടികളുടെയും വികസനം, അതായത് കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റ് എത്രത്തോളം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളെ വെക്കേഷൻ സമയത്ത് നമ്മൾ എല്ലാ സമയത്തും, അതായത് അക്കാഡമിക് സ്കൂൾ ഓപ്പണിംഗ് ടൈമിലല്ലാതെ വെക്കേഷൻ സമയത്ത് പോലും നമ്മൾ ആ ഒരു പ്രവർത്തനം ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് ട്രാൻസ്ലേഷൻ ടീം ഇതിനേക്ക് വേണ്ടിയിട്ടും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ട്രാൻസ്ലേഷൻ ടീമിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മെമ്പേഴ്സ് ആണ് അതിൽ ചേരുന്നത് എന്നുള്ളത്. അപ്പോൾ സൊസൈറ്റി ആയിട്ടും ഫാമിലി ആയിട്ടും എന്നിട്ട് PTA മെമ്പേഴ്സും ടീച്ചേഴ്സ് എല്ലാവരും ഇതിലുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പം വെക്കേഷൻ സമയത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സോഷ്യൽ വർക്കേഴ്സ് ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ ഈ ട്രാൻസ്ലേഷൻ ടീമിൽ ഉണ്ടാകുമ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ പറയുന്നത് പ്രീ സ്കൂൾ മുതൽ 3-ാം ക്ലാസ് വരെയുള്ള, അതായത് തേർഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള ഓരോ ഗ്രേഡിലേക്കും, അതായത് കുട്ടികൾക്ക് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ അതായത് ഫാമിലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അവരെ മനസ്സിലാക്കി കൊടുക്കുക. അതിലുള്ള അവരുടെ രജിസ്ട്രേഷൻ തൊട്ട് അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് അതിൽ ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ഫാമിലിയിലേക്ക് നമ്മളത് അവരെയും കൂടെ അറിയിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞുള്ളത് പ്ലേസ്മെന്റ് ചെയ്യുന്നത്, അതുപോലെ അധ്യാപകർക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് അവരിൽ നിന്നും വേണ്ടത്, അതുപോലെ കുട്ടികളിൽ നിന്നും നമ്മൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹെൽത്തി വൈസ്, അതുപോലെ പോഷകാഹാരങ്ങൾ, ഇതെല്ലാം ഈ ഒരു കാര്യങ്ങൾ, അത് നമ്മൾ പാരൻസിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇതെല്ലാം ഉൾപ്പെടുന്നു. എനിക്ക് ഇത്രയാണ് PDF കാണുന്നുള്ളൂ മിസ്സേ. ഇനി കാണുന്നില്ല. പിന്നെ ഒരു മിനിറ്റ് മിസ്സേ, എനിക്ക് പേജ് ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. ഒരു മിനിറ്റ്. നമുക്ക് അതുപോലെ ട്രാൻസ്ലേഷൻ ടീമിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് അവരെയൊക്കെ ഒരു അതായത് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഫാമിലീസിനെ എല്ലാവരെയും നമ്മുടെ കുട്ടികളുടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ഫാമിലീസിനെയും കുട്ടികളെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒന്നുകൂടി ഉണ്ട്. അടുത്തത് പറയുന്നത് ഈ പ്ലാൻ എല്ലാം നമ്മളൊരു ട്രാൻസ്ലേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് A to Z ഇങ്ങനെ ചെയ്യണം. 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് പോകണം. എല്ലാ വർഷവും നമ്മൾ ഈ ഒരു പ്ലാനുമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എപ്പോഴും റിവിസിറ്റ് ചെയ്യാന്ന് പറയുമ്പം അത് ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് അപ്ഡേറ്റ് ആയിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണമോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം.
താങ്ക് യു മിസ്. നന്നായിരുന്നു അല്ലേ? നെക്സ്റ്റ്, റോൾ ഓഫ് ദി ടീച്ചർ ഇൻ ട്രാൻസിഷൻ. വായിച്ചു നോക്കാം കേട്ടോ. 6 പോയിന്റ്സ് ആണുള്ളത്. വായിക്കാം. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? യെസ് മാം. ട്രാൻസിഷൻ എന്ന പ്രക്രിയയിൽ ടീച്ചറുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ട്രാൻസിഷൻ ടീമിൽ അംഗമാവുക എന്ന് വെച്ചാൽ സജഷൻസ് കൊടുക്കാനും പുതിയ പുതിയ ആക്ടിവിറ്റീസിൽ സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ ടീമിൽ അംഗമാവുക എന്നുള്ളത് പറയുന്നത്. പിന്നെ മറ്റു ടീച്ചേഴ്സുമായിട്ട് പ്രവർത്തിച്ചിട്ട് കരിക്കുളം, സ്റ്റാൻഡേർഡ്, അസസ്മെന്റ് ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നത് മറ്റ് ടീച്ചേഴ്സുമായിട്ട് സഹകരിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോ സ്പ്രിങ്, സമ്മർ ഇങ്ങനെ ഓരോ വെക്കേഷൻ സീസണിലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള മറ്റു ടീച്ചേഴ്സായിട്ട് ഇതേപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് എങ്ങനെ അവരുടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഡെവലപ്മെന്റലി ഉയരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് വീട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ 2 മാസം വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് പാരന്റ്സിനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കുറെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും. അതിനെ പറ്റിയിട്ടുള്ള എല്ലാം ഒരു ചിത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോ കുട്ടിയെയും അവരുടെ ഫാമിലിയായിട്ടും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദി ഇയർ ആയിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടുവരാം, എങ്ങനെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, ആദ്യമായിട്ട് സ്കൂളിൽ വരുമ്പോൾ എങ്ങനെ സ്കൂള് ടീച്ചേഴ്സിനെ ഫാമിലി ആയിക്കോട്ടെ കുട്ടികളെ ആയിക്കോട്ടെ എങ്ങനെ ഫസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇല്ലാണ്ട് എങ്ങനെ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അത്രയാണ്. ക്ലിയർ ആയല്ലോ? 6 പോയിന്റ്സും ക്ലിയർ ആണല്ലേ? നെക്സ്റ്റ്, ഇവാലുവേഷൻ.
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വാല്യുവേഷൻ മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ചെയ്ത് നോക്കിയ ആരെങ്കിലും? മനസ്സിലാവായികയല്ല, കുറച്ചുകൂടെ ഇത് മിസ് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. ആർക്കെങ്കിലും ഇല്ല, ചെയ്ത് നോക്കുക. ഓക്കെ മിസ്സേ. PG സ്റ്റുഡൻസ് ആയില്ലേ, ഞാൻ ഓക്കെ പറഞ്ഞല്ലോ. ഓക്കെ മിസ്സേ. നമുക്ക് ഫാമിലിയിലെ അതൊക്കെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും വർക്കുകളും സേവനങ്ങളും എത്രത്തോളം സക്സസ് ആയി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയണം. നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ടീമിന്റെ വർക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ ഫാമിലിയിൽ നമ്മൾ ചെയ്ത വർക്കുകളും അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന സേവനങ്ങളും എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വിലയിരുത്തി എല്ലാ വർഷം തോറും ഇത് വിലയിരുത്താൻ കഴിയണം. അതുപോലെ തന്നെ ഈ സർവേ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഇൻഡിവിജ്വലി അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പം ഇങ്ങനെ മൊത്തത്തിൽ സർവേ ചെയ്തിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ അതിനെ ഉപയോഗിക്കരുത്. നമ്മൾ ഈ ഒരു ഫാമിലി ഇപ്പം നമ്മളൊരു സ്കൂളിലെ മൊത്തം സ്റ്റുഡൻസിൻ്റെയും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് നമ്മൾ അന്വേഷിച്ച് വരുമ്പം ഒരു ഫാമിലിയെ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ മാത്രമായിട്ടോ പ്രത്യേക രീതിയിൽ അവരെ തഴയുന്ന രീതിയിൽ, അവരെ ശാസിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ സർവേ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് പോസിറ്റീവായിട്ട് കിട്ടുന്ന അഭിപ്രായങ്ങളാണെങ്കിലും നെഗറ്റീവായിട്ട് കിട്ടുന്ന അഭിപ്രായങ്ങളും നമ്മുടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയും അത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ഇതിൽ നമ്മൾ സ്കൂളിൽ നിന്ന്, അതായത് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ചില ഡാറ്റാസ് സർവേ ചെയ്യാൻ വേണ്ടി ഫാമിലീസിന് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് അത് നമ്മൾ സ്കൂളിലേക്കല്ല പറയുന്നത്, അതായത് ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്ന ഇപ്പം നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ പോലെയുള്ള കൊടുക്കുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫാമിലി അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് ഈ സർവേ റിപ്പോർട്ട് ഇവരെ കറക്റ്റ് ഈ ട്രാൻസ്ലേഷൻ ടീമിന് കൈമാറി കൊടുക്കണം. നല്ലതുപോലെ തന്നെ വളരെ സത്യസന്ധമായി ഫില്ല് ചെയ്ത് നമ്മുടെ സ്കൂളിലേക്ക് കൊടുത്താൽ മാത്രമേ ഇവരിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ ഈ ട്രാൻസ്ലേഷൻ ടീമിന് നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു അക്കാദമിക് ലെവലിലേക്ക് എത്രത്തോളം സക്സസ് ആയിട്ട് അതിനെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ചോദ്യാവലി പാരൻസ് നന്നായി ഫില്ല് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു കാര്യം, അതിലാണ് പറയുന്നത് കോൺട്രാക്ടിങ് ഔട്ട്റീച്ച് അധ്യാപക ഫാമിലി ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മൾ വളരെ രീതിയിൽ നന്നായി കൊണ്ടുപോകണം. ഇവർ കൊടുക്കുന്ന ഈ ഫോം നന്നായി ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഒരു സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ്, അതുപോലെ ഡയറക്ടേഴ്സ്, പ്രിൻസിപ്പൽ, മാനേജേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരും അവർക്ക് കൊടുക്കുന്ന അതാത് വർക്കുകൾ കറക്റ്റായിട്ട് അവരുടെ ഉത്തരവാദിത്തം പോലെ തന്നെ നന്നായി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം, അതുപോലെ ഇവർ കൊടുക്കുന്ന എല്ലാ സർവേകളും അവർക്ക് കൊടുത്ത എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അവരുടേതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ചോദ്യവും ഉത്തരവും ആ ഡാറ്റയിൽ കറക്റ്റായി ക്ലിയർ ആയി കൊടുത്താൽ മാത്രമേ നമ്മളുടെ ട്രാൻസിഷൻ ടീമിന്റെ വിജയം പൂർത്തിയാവുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി അവർ ചെയ്ത ആ ഒരു വർഷത്തെ ബാക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തെ സർവേയും റിപ്പോർട്ടും ഡാറ്റാസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ വിജയം എത്രത്തോളം ഉണ്ട്, നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ നമ്മൾ എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നാൽ മാത്രമാണ് അടുത്ത നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾക്ക് ഒന്നുകിൽ സ്റ്റുഡൻസ് വാല്യൂ കൂട്ടാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ വളർച്ച കൂട്ടാനാണെങ്കിലും എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതും നിലവിൽ എന്തെല്ലാം
നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ഉണ്ട് എന്നറിയുന്നതിനും ഈ ഒരു വർഷത്തെ വാല്യൂസും ഡാറ്റാസ് റിപ്പോർട്ട് ഇതെല്ലാം ഫാമിലീസും ടീച്ചേഴ്സും പ്രിൻസിപ്പൾസ് അതേപോലെ മറ്റ് സോഷ്യൽ വർക്കേഴ്സ് എല്ലാവരും കൂടെ ഒത്തിറങ്ങിയിട്ടുള്ള ഈ സർവേസ്, അത് ഇൻഡിവിജ്വലി എടുക്കുന്ന സർവേസ് ആണെങ്കിലും ഗ്രൂപ്പ് വൈസ് ആയിട്ട് എടുക്കുന്ന സർവേസ് ആണെങ്കിലും ഇതെല്ലാം കൂടെ എവാലുവേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു അക്കാദമിക് ലെവലിന്റെ സ്കൂളിന്റെ വിജയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിൽ ഇപ്പൊ നമ്മള് നടത്തിയിട്ടുള്ള പ്രോഗ്രാംസിന്റെ അല്ലെങ്കിൽ എന്താണ് എല്ലാം ഇതിന്റെ കളക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു ഇവാലുവേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് എവിടെയൊക്കെ വരുത്താനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്, കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ വർഷം എത്രത്തോളം വിജയകരമായിട്ട് നമ്മളുടെ സ്കൂള് പോയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള സ്കൂളുകള് അല്ലെങ്കിൽ എന്താ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കാനായിട്ടാണ് എല്ലാം, ഓരോ ഓർഗനൈസേഷൻ ആയാലും ഒരു സ്കൂളായാലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ ടോപ്പിലേക്ക് എത്താ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലെ. എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിലേക്ക് എത്തുന്നത്, ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് ആരും വരുള്ളൂ, സ്റ്റുഡൻസ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്കൂൾ ആവാനായിട്ടാണ് എല്ലാ സ്കൂളും ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ഏത് സ്ഥാപനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതൊരു ബിസിനസ് ആയിട്ടാണല്ലേ പോകുന്നത്, ആണോ? ഇപ്പൊ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് അവിടെ സർവീസും കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും എന്താണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടി വന്നാൽ എന്താണ് ഒരു 7,000 രൂപ ഒരു സ്കാൻ എടുക്കാൻ പറയും അല്ലെ, ബ്ലഡ് ടെസ്റ്റ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ, ഇതൊക്കെ വരുമ്പോഴത്തേന് എന്താണ് കൂടി വന്നാൽ ഒരു 2,000-3,000 രൂപ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഓരോ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സർവീസും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴുള്ള CBSE സ്കൂളൊക്കെ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ ഒരു ബേസ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയാണല്ലോ അവിടെ പഠിപ്പിക്കുന്നത്, ആണോ? അല്ലെങ്കിൽ എന്താ അവർക്ക് ആ ഇംഗ്ലീഷിലോട്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള രീതിയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ടോ? ഇപ്പോഴും CBSE സ്കൂളുകളിലൊക്കെ മാറുന്നുണ്ടോ? CBSE സ്കൂള് ആ ഒരു ബേസ്മെന്റ് എനിക്ക് അറിയില്ല, പക്ഷെ അവിടുന്ന് വരുന്ന കുട്ടികൾക്ക് ആ ഒരു നോളജ്, ഇംഗ്ലീഷിനോടുള്ള നോളജ് കേരള സ്റ്റേറ്റ് സിലബസിനേക്കാൾ കുറച്ചുകൂടെ അവർക്ക് ഉണ്ട്. പക്ഷെ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നോക്കുമ്പം അത് അത്ര പോരാന്നുള്ളതാണ്. കാരണം എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളുകളിലേക്ക് +2-ലേക്കൊക്കെ അവർ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയുന്നത് കേൾക്കുമ്പം പിന്നെ കുറച്ചുകൂടി ഇവർക്ക് കുറച്ചുകൂടെ ഉള്ളത് കൊണ്ട് അവര് കൺഫ്യൂഷൻ ഇല്ലാതെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അവള് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെ, നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റില്ല എന്ന് പറയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അതിലേക്ക് പിന്നോക്കം പോകുന്ന കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളവര്. പക്ഷെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതിയാവും അല്ലെ. എത്ര പത്ത് ഇംഗ്ലീഷ് ആയിട്ടുണ്ടെങ്കിലും അവര് നന്നായിട്ട് പറയുന്നുണ്ട് കുഞ്ഞു കുട്ടികളായാലും. എന്റെ മോളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി, പക്ഷെ അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇംഗ്ലീഷ് ഇപ്പോ സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവര് പഠിപ്പിക്കുന്നുണ്ട്, തുമ്പിയെ കൊണ്ട് കലെടുപ്പിക്കുന്ന രീതിയാണ്. പക്ഷെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് ആൾക്ക് ബുദ്ധിമുട്ടാണ്. പഠിച്ചു വരികയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറയുന്നതാണ് ഇപ്പോ കുഞ്ഞു കുട്ടിയാണ്, എന്നാലും അത് അതിലോട്ട് വരുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ ഫീസുകളായിട്ടുണ്ടെങ്കിലോ, ഫീസും കാര്യങ്ങളൊക്കെ ആയാലും എന്താ നല്ല രീതിയിൽ നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത്. ടേം ഫീ ഒക്കെ ഉണ്ട്, 4 മന്ത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്താ ഒരു 4,000 രൂപയാണ് ടേം ഫീ ആയിട്ട് വരുന്നത് ഒരു ടേമിന്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു ഇത് കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടാത്തൊരു രീതിയിലാണ് ഇപ്പോഴുള്ള വിദ്യാഭ്യാസം പോകുന്നത് അല്ലെ. കേരളത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്ന ഫീക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? ചോദിച്ചതാണ്. ഓക്കെ,
അപ്പോ ഇവാലുവേഷനിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, അങ്ങനെയുള്ള എന്താണ് ട്രാൻസിഷൻ ടീം നമ്മൾ ഒരു വർഷത്തെ പ്ലാനിൽ കൂടി എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എവിടേക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം ചെയ്യേണ്ടത്, ഇനി അടുത്ത വർഷം നെക്സ്റ്റ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് എന്തൊക്കെ പ്ലാനുകൾ സെറ്റ് ചെയ്യണം, ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാലുവേഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയും ചുരുക്കിയ കൺസെപ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററും കൂടി ഉണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫോർത്ത് യൂണിറ്റ് ദ എലമെന്റ്സ് ഓഫ് എ ബെസ്റ്റ് പ്രാക്ടീസ്. ടീച്ചർക്ക് നല്ല രീതിയിൽ ബെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടതായിട്ടുള്ള എന്തൊക്കെ എലമെന്റ്സ് ആണെന്നാണ് താഴെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കിയേ, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. മിസ് ഞാൻ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണേ. ഞാൻ വീട്ടിലേക്ക് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് വീട്ടിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. മനസ്സിലാക്കാം.
അയച്ചു കഴിഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യാം മാം. ആ അമൃത ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പറയുന്നത് വെച്ചാല് ഇന്നതേ അക്കാദമിക്കലി ഇന്നതേ പഠിക്കാവൂ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ആ ഒരു ബാരിയർ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സിലബസിന് പുറത്തു നിന്നുള്ള ആക്ടിവിറ്റീസ് കൂടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം. പിന്നെ എപ്പോഴും പാരന്റ്സുമായിട്ട് ഒരു പേഴ്സണൽ കോണ്ടാക്ട് വെക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ അങ്ങോട്ടേക്കാണെങ്കിലും അങ്ങനെ ഇങ്ങോട്ടാണെങ്കിലും നടക്കുള്ളൂ. എപ്പോഴും അവരുമായിട്ട് ഇന്ററാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുക. അത് വീക്ക്ലി ഡെയിലി എന്നുള്ളതല്ല, എപ്പോഴും ആ ഒരു ഇന്ററാക്ഷൻ ത്രൂ ഔട്ട് ദി ഇയർ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ ഒരു പാരന്റൽ സെൽഫ് ഗ്രോത്ത് എന്ന് വെച്ചാൽ പേരൻസും കുട്ടികളും ഈ ടീച്ചേഴ്സും ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനിൽ കൂടെ മാത്രമേ ആ ഒരു പാരന്റൽ സെൽഫ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റൂ. അവരുടെ ഒപ്പീനിയൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അവരുടെ ഒപ്പീനിയൻസും കൂടെ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ആ പാരന്റൽ ഓട്ടോണമി എൻകറേജ് ചെയ്യിക്കാൻ പറ്റിയ എല്ലാ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു പ്ലേസ് എന്നുള്ളതല്ല, അവരുടെ ഒപ്പീനിയൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം എപ്പോഴും. ചൈൽഡ് അവരുടെ കുട്ടിയായിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ആയിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു ഇന്ററാക്ഷൻ ആയിരിക്കണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ കൾച്ചറൽ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വേരിയസ് ഉണ്ടെങ്കിൽ ആ ഒരു കുറവ് അവിടെ നികത്തണം. അത് അവിടെ യാതൊരുവിധ ഒരു റോളും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും അതാണ് അവിടെ ബിൽഡ് ബ്രിഡ്ജസ് അക്രോസ് കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ഡിവൈഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പാരന്റ് എന്ന നിലയിൽ ഇപ്പം ഫസ്റ്റ് പാരന്റ് ആയിരിക്കാം, അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു അപ്രോച്ച് ആയിരിക്കണം എപ്പോഴും അവരോട് കാണിച്ചിരിക്കേണ്ടത്. അവരുടെ ആ ഒരു ഫീലിങ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എപ്പോഴും പേഷ്യന്റ് ആയിരിക്കണം. ടീച്ചർ എന്നുള്ള രീതിയിൽ എപ്പോഴും പേഷ്യന്റ് ആയിരിക്കണം. അവരുടെ അഭിപ്രായത്തോടെ എപ്പോഴും മാനിക്കണം. അപ്പുറത്തിൽ ആ പാരന്റിന് എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. സോറി മാം, മോൾ വഴക്കായി. ആഷ്മി നെക്സ്റ്റ്. ആഷ്മി ട്രൈ ചെയ്യോ? തനൂജ. യെസ് മാം. ആദ്യത്തെ പറയണോ സർ? ഇല്ല, നെക്സ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. മാതാപിതാക്കളുടെ അഭിപ്രായം ചോദിക്കുകയും അതിനെ വിലമതിക്കുകയും ചെയ്യുക. പിന്നെ അതിനുശേഷം മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ, കുട്ടിയുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രധാനമാണ്. പിന്നെ അതായത് സ്വന്തമായിട്ടുള്ള ആ വഴിയിലൂടെ തന്നെ പോയിട്ട് മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുകയും അവരെ വിലമതിക്കുകയും ചെയ്യുക. പിന്നെ സാംസ്കാരിക ഭാഷാ വേർതിരിവുകൾ ഒഴിവാക്കുക. മാതാപിതാക്കളുടെ വികാരങ്ങൾ പരിഗണിക്കണം. പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് തയ്യാറാകണം. പിന്നെ നേരിട്ടോ അല്ലാതെയുള്ള നേതൃത്വം വഹിക്കണം. പിന്നെ എപ്പോഴും ക്ഷമയുള്ളവരായിരിക്കണം. അവരുടെ കഴിവുകളിൽ വിശ്വാസമുള്ളവരും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നവരുമായിരിക്കണം. അതായത് ആ പാരൻസിന്റെ ആ ജെന്യൂൻ ആയിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളോട് അവരോട് ദേഷ്യപ്പെടാനൊന്നും പാടില്ല. അവരോട് എപ്പോഴും നമ്മൾ ഒരു നല്ലൊരു മനോഭാവം പുലർത്തണം. പിന്നെ അല്ല, അത് മനസ്സിലായില്ല മിസ്. അപ്പോയിന്റ് പാരന്റ് ഓർ കമ്മ്യൂണിറ്റി
പേരൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ലാസ്റ്റത്തെ മനസ്സിലായില്ല മിസ്സേ. ഓക്കെ ഓക്കെ. ചുരുക്കത്തിൽ പറഞ്ഞ മാം, നമ്മള് പാരന്റ്സിനെ ഒരു കസ്റ്റമറെ പോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥം. The appointed a parent or community license person to the staff. അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാം സ്റ്റാഫുകൾ അതുപോലെ തന്നെ പാരന്റുകൾ തമ്മിൽ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്താ, അക്നോളജ് ആൻഡ് സെലിബ്രേറ്റ് പേരൻസ് ഇൻപുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അംഗീകരിക്കാം. അതുപോലെ തന്നെ അവര് ഓരോ കാര്യങ്ങളിലും അവരെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം ചെയ്യാനായിട്ട്, ഇപ്പൊ എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും അവയർനെസ് പ്രോഗ്രാമായി എന്തൊക്കെ ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാ കാര്യങ്ങളിലും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവരെ അംഗീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അഭിപ്രായങ്ങൾ മാനിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പാരന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതന്നെ അമൃത പറഞ്ഞ പോലെ തന്നെ പാരന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ പോയിന്റ്സ്? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ചാപ്റ്റേഴ്സ്, നമ്മുടെ പേജിലെ ചാപ്റ്റേഴ്സ് മിസ്സിന് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. മാം, ഈ 2 ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് മാത്രം, മറ്റു വേറെയും പെൻഡിങ് ഉണ്ടാവില്ലേ? വേറെ മിസ്സുമാർ തന്നിരുന്നോ? ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, കൊടുത്തിട്ടുണ്ടായിരുന്നോ വേറെ ഫസ്റ്റത്തെ യൂണിറ്റ്? മാം ഒരു ചാപ്റ്റർ തന്നായിരുന്നു, ബാക്കിയും മറ്റേ ടീച്ചേഴ്സിന്റെ ആയിരിക്കും കുറെ പെൻഡിങ്ങുകൾ. അതെ അതെ, തന്നിട്ടില്ലല്ലേ അവര്? തന്നിട്ടുണ്ടോ? അപർണ മാം മാത്രം ഒന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, ഞാൻ ഇവിടെ പറയാം അവരോട്. വേറെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് അപർണ മിസ്സിന്റെ കുറച്ചുള്ളൂ ചാപ്റ്റേഴ്സ്. കംപ്ലീറ്റ് ആക്കിയോ ആരെങ്കിലൊക്കെ? ാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്? അതെ. ഈ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും എടുക്കാനുള്ളതുണ്ടോ? മൊഡ്യൂൾ 4-ലെ 7th യൂണിറ്റിനെ എടുക്കാനുണ്ട്, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. ആരെടുക്കുന്നേ? ഏത് മിസ്സാ എടുക്കുന്നതെന്ന് അറിയോ? 7th മൊഡ്യൂള് ഇല്ല മിസ്, അത് ആരും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി? എന്തെങ്കിലും പാട്ടൊക്കെ പാടണമെന്നുണ്ടോ? വേണമെങ്കിൽ പാടാം, ടൈം ഉണ്ട് നമുക്ക്. എന്റർടൈൻമെന്റ് ഇല്ല, ആരുമില്ല. പിന്നെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയില്ലേ നിങ്ങള്? കംപ്ലീറ്റ് ആക്കി. മാം, ആക്ച്വലി PGയുടെ മോക്ക് ടെസ്റ്റ് മാത്രമാണോ, അല്ലാതെയും വരില്ലേ? അല്ലാതെയും വരാം. ഫസ്റ്റ് പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച അവർ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തു തരാം. മാം, മോക്ക് ടെസ്റ്റിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ. ആഡ് ചെയ്യണമെന്നല്ലേ? ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ തരാം കേട്ടോ. എക്സ്ട്രാ വേണമെങ്കിൽ തരാൻ നോക്കിയിട്ട് കേട്ടോ. ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവോ ഡിപ്ലോമയുടെ പോലെ? അറിയില്ല, മിസ്സിന് അറിയില്ല. ആദ്യമായിട്ടാണ് മിസ് PG എടുക്കുന്നത്. അപ്പോ ചോദിച്ചു നോക്കട്ടോ, അറിയില്ല എങ്ങനെയാണുള്ളത്. ഓക്കെ മാം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ചെയ്താലോ? ആരാ സൈൻ ഔട്ട് ചെയ്യുന്നത്?
ആരെങ്കിലും സൈൻ ഔട്ട് ചെയ്യും നേരത്തെ പോണെങ്കിൽ. ടൈം ഉണ്ട് നമുക്ക്. എന്തെങ്കിലും അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അവതരിപ്പിക്കാം. പാട്ടോ ചെയ്യണമെന്നുണ്ടോ? ഞാൻ പാടാം മാം. അത്ര പാട്ടൊന്നും അറിയത്തില്ല, ചെറുതായിട്ട് കാണാം. അല്ലേ? ഓക്കെ. കിലുങ്ങും നിൻ അരമണിയിലൊരുങ്ങും നിൻ നടനമകുമയങ്ങും നിൻ ചിരിയതിൽ നിറയും മനസ്സെല്ലാം. കിലുങ്ങും നിൻ അരമണിയിലൊരുങ്ങും നിൻ നടനമകുമയങ്ങും നിൻ ചിരിയതിൽ നിറയും മനസ്സെല്ലാം. അരികിലോരോരോ ഈണം കേൾക്കാൻ കാതോർക്കും നേരത്ത് പ്രിയരാധിക്കായി മൂളും നാദം അലതള്ളും നേരത്ത് അറിവോളും എൻ മായക്കണ്ണ മണിമുരളികൾ ഊതില്ലേ. അറിയാതെൻ മാനസമാകെ നിൻ രൂപം തെളിയില്ലേ. നിൻമുടി തുമ്പാകെ നിറച്ചാത്തുന്ന മണിമയിൽ പിഴണിഞ്ഞു കണ്ണ മാർമുകിലൊളി വർണ്ണ കണ്ണ നിൻമുരളി ഗാനം വൃന്ദാവനമെങ്ങും മധുമഴയായി പൊഴിഞ്ഞു കണ്ണ കാർമുകിലൊളി വർണ്ണ കണ്ണ നിൻമുരളി ഗാനം വൃന്ദാവനമെങ്ങും മധുമഴയായി പൊഴിഞ്ഞു. മയിൽപ്പീലി തുമ്പാൽ തൊട്ടൻ മനസ്സുണർത്തി കണ്ണൻ കായാമ്പൂ വന്നൻ കാർമുകിലൊളി വന്നൻ കാളിന്തിയാറ്റിൻ കരയിൽ ഓലക്കുഴവിളിയും കേട്ടൻ കണ്ണ കാർമുകിലൊളി വന്ന കണ്ണ നിൻമുരളി ഗാനം വൃന്ദാവനമെങ്ങും മധുമഴയായി പൊഴിഞ്ഞു കണ്ണ കാർമുകിലൊളി വർണ്ണ കണ്ണ നിൻമുരളി ഗാനം വൃന്ദാവനമെങ്ങും മധുമഴയായി പൊഴിഞ്ഞു. താങ്ക് യു മാം. നന്നായിരുന്നു അല്ലേ? ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. നെക്സ്റ്റ് വേറെ ആരെങ്കിലും? ഇല്ല. ഓക്കെ, സൈൻ ഔട്ട് പറയോ? Thank you, ma'am, for the wonderful session today. Thank you. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. താങ്ക് യു മാം.